മിലിട്ടറി സാറ്റലൈറ്റുകൾ ഉപയോഗിക്കുന്ന സെൻസറുണ്ട്. അത് ഇൻഫ്രാറെഡ് ലൈറ്റ് സെൻസറാണ്. അത് ഉപയോഗിച്ചിട്ടാണ് ഭൂമിയിൽ നടക്കുന്ന പല ആക്ടിവിറ്റികളെയും മിലിട്ടറി സാറ്റലൈറ്റുകൾ ട്രാക്ക് ചെയ്യുന്നത്. പണ്ടൊക്കെ മിലിട്ടറി സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചിരുന്ന ഈ ഇൻഫ്രാറെഡ് സെൻസറിന് കാട്ടുതീ പോലെയുള്ള വലിയ രീതിയിൽ ഇൻഫ്രാറെഡ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സംഭവങ്ങൾ മാത്രമേ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. കാരണം ചെറിയ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഐഡന്റിഫൈ ചെയ്യാനുള്ള സെൻസർ കപ്പാസിറ്റി അന്ന് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നത്തെ മിലിട്ടറി സാറ്റലൈറ്റുകളുടെ സെൻസിറ്റിവിറ്റി ഒരു ജീവി നടന്നു പോയ ഫുട് പ്രിന്റ് വരെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ളതാണ്. ഇതിനർത്ഥം ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഭൂമിയിൽ നിന്ന് കിലോമീറ്റർ അകലെ നിൽക്കുന്ന സാറ്റലൈറ്റ് വരെ പണ്ടും എത്തുന്നുണ്ടായിരുന്നു. പക്ഷേ അത് സെൻസ് ചെയ്യാനുള്ള സെൻസറി കപ്പാസിറ്റിയിലേക്ക് നമ്മുടെ ശാസ്ത്രം അന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രം. ഇന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സെൻസേഴ്സ് ഉപയോഗിച്ച് ബ്രെയിൻ വേവുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ബ്രെയിൻ വേവുകൾ നമ്മുടെ തലയിൽ നിന്ന് പരമാവധി 1-2 സെന്റിമീറ്റർ വരെ മാത്രം സഞ്ചരിക്കാൻ ശേഷിയുള്ള വളരെ വീക്ക് ആയിട്ടുള്ള ബ്രെയിൻ വേവ്സ് ആണെന്നാണ് ഇന്ന് ശാസ്ത്രം മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ ബ്രെയിൻ വേവുകൾ എത്ര ദൂരം സഞ്ചരിക്കുന്നുണ്ടെന്നോ ഈ ബ്രെയിൻ തമ്മിൽ എത്രമാത്രം കണക്ടിവിറ്റി ഉണ്ടെന്നോ ഇന്നത്തെ ശാസ്ത്രത്തിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വേണം ഇതിനെ മനസ്സിലാക്കാൻ. ഇത്തരത്തിൽ ബ്രെയിൻസ് തമ്മിൽ കണക്റ്റഡ് ആണെങ്കിൽ ഈ ബ്രെയിൻ വേവുകളിൽ ഉണ്ടാക്കുന്ന മാറ്റത്തിലൂടെ നിങ്ങൾക്ക് മറ്റു മനുഷ്യരിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഇൻഫ്ലുവൻസിനും സ്വാധീനത്തിനും മാറ്റം വരുത്താൻ സാധിക്കില്ലേ? ഇത്തരത്തിൽ ബ്രെയിൻ വേവുകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ ചിന്താ മണ്ഡലത്തിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനുകൾ യാഥാർത്ഥ്യമാക്കാൻ സാധ്യതയുണ്ട്.